എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും കാലം ശരണ്യെ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യം കല്യാണിയോട് വെളിപ്പെടുത്തുവാണ്. തന്റെ കഥ, താൻ എന്തുകൊണ്ടാണ് വിക്രത്തിനെ കല്യാണം കഴിച്ചത്, ആ കഥകളൊക്കെ വെളിപ്പെടുത്തുവാണ്. ഈ കഥകളൊക്കെ കേട്ട് ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുന്ന കല്യാണി ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടു. ശരണ്യെ അറിയുവാണ് സോണിയുടെ കല്യാണമൊക്കെ മുടക്കുന്ന വിക്രമാന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ശരണ്യക്ക് സഹിച്ചില്ല. ശരണ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വിക്രം സോണിയുടെ കല്യാണം മുടക്കുന്നേ? അവള് നിന്റെ മുൻ ഭാര്യയല്ലേ, നീ അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇപ്പൊ ഞാനാ നിന്റെ ഭാര്യ, പിന്നെ നീ എന്തിനാ അവളുടെ കല്യാണം മുടക്കണേന്ന് ചോദിക്കുകയാണ്. വിക്രത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. വിക്രം പറഞ്ഞു, അവൾ എന്നോടെ അത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ സുഖമായിട്ട് ജീവിക്കണ്ട, അതിനു വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റില്ല ശരണ്യക്ക്. ശരണ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്ങനെ കല്യാണം മുടക്കി ജീവിക്കാനാണെങ്കിലേ അത് ഈ കുടുംബത്തിൽ പറ്റില്ല, ഈ സെക്കൻഡിൽ ഇറങ്ങി വെക്കണം നീയും നിന്റെ മുത്തശ്ശിയും നിന്റെ അച്ഛനും എന്ന് പറയണം. വിക്രമയെ അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. വിക്രം രണ്ടും കൽപ്പിച്ചായിരുന്നു. ശരണ്യെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് മുറിയിലേക്ക് വന്ന് ശരണ്യക്ക് മനസ്സിലായി, ഇനിയിപ്പൊ താൻ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, കല്യാണിനെ കാണണം, കല്യാണി പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയണം. കല്യാണി രണ്ടാം തവണയാണ് വിക്രത്തിനെ തല്ലുന്നത്. അപ്പൊ ഒരു കാരണമില്ലാതെ കല്യാണി തല്ലില്ലല്ലോ. അപ്പൊ കല്യാണി ഒന്ന് പോയി കാണാം. താൻ കല്യാണി ചെയ്ത ഏറ്റവും വലിയൊരു ചതിയായിരുന്നു ഇത്. വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നേ. ഒരിക്കലും അവനെ ഇറക്കില്ലായിരുന്നു, അവൻ ജയിലിൽ കിടക്കേണ്ടവനാണ്. പക്ഷെ തന്റെ സാഹചര്യം കൊണ്ടാണ് താൻ അങ്ങനെ ഇറക്കിയത്. ഇനിയിപ്പൊ കല്യാണി സത്യങ്ങളൊക്കെ അറിയണം എന്ന് വിചാരിച്ച് നേരെ കല്യാണിനെ കാണാനായിട്ട് ശരണ്യ ചെല്ലുന്നുണ്ട്. അങ്ങനെ കല്യാണിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശരണ്യ തന്റെ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പം ശരണ്യ പറഞ്ഞു, കല്യാണി ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ. അന്ന് ഞാൻ ശരിക്കും വിക്രത്തിനെ രക്ഷിച്ചോണ്ട് പോയതല്ല, വിക്രത്തിനെ ശിക്ഷിക്കാനായിട്ട് കൊണ്ടായതെന്ന് പറയാ. കല്യാണി പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അന്ന് പോലീസ് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ട് പോയപ്പം കല്യാണിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്ന് എനിക്കറിയാം. ഞാൻ ആ വേദന മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ അത് ഞാനൊരു നല്ല കാര്യമാണ് കല്യാണി ചെയ്തേ. ഞാൻ ശരിക്കും കല്യാണിനെ എല്ലാം സഹായിക്കുകയോ ചെയ്തതെന്ന് പറയാണ്. ഒരു പക്ഷെ എന്റെ കഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല. ഇപ്പൊ സോണിയുടെ വിവാഹം മുടക്കാൻ നടക്കുക എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള്. പക്ഷെ അയാൾ ഇപ്പോഴും എന്റെ ഭർത്താവെന്ന് ഒരു ലേബല് മാത്രമേ ഉള്ളൂ, ഇപ്പൊ നിയമപരമായിട്ടൊരു രേഖ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരെ ഞാനും അവനും തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കേട്ടോ പെട്ടെന്ന് കല്യാണി വെച്ച്, എന്താ ശരണ്യ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ്. അവന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ ശരണ്യ ഇങ്ങനെയൊക്കെ പറയണേ. അവനെ ശരിക്കും അറിയാവുന്ന ഞാൻ, അവനും അവന്റെ അച്ഛനും ഉണ്ടല്ലോ, അവർ ചെയ്ത ക്രൂരതയൊക്കെ, എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യ ഒരിക്കലും അവരെ ആ വീട്ടിലേക്ക് കയറ്റില്ലായിരുന്നു, ശരണ്യ ഒരിക്കലും അവനെ വിവാഹം കഴിക്കില്ലായിരുന്നു പറയാം. പെട്ടെന്ന് ശരണ്യ പറഞ്ഞു, കല്യാണിക്ക് അറിയാവുന്നേക്കാളും കൂടുതൽ കഥകൾ എനിക്ക് അവനെക്കുറിച്ച് അറിയാം. ഒരു പക്ഷെ എന്റെ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും കല്യാണിക്ക് മനസ്സിലാവും എന്റെ പക്ഷത്താണോ ന്യായം, ഞാനാണോ ശരി. ഒരിക്കലും കല്യാണി എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയാണ്. അപ്പൊ കല്യാണി പറഞ്ഞു, എന്താ ശരണി ഇങ്ങനെയൊക്കെ പറയണേ, എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ പറയാണ്. പിന്നീട് ശരണി തന്റെ കഥകളൊക്കെ പറയാണ്. വിക്രത്തിന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു, ഞാൻ ഒരാളെ വിവാഹം കഴിച്ചിരുന്നു. ആ ബന്ധം അങ്ങനെ ഫെയിലിയർ ആയിപ്പോയി. ആ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, അതുമൂലമാണ് ഞാൻ വിക്രത്തിനെ വീണ്ടും കല്യാണം കഴിച്ചത്. പിന്നീട് വിക്രമായിട്ടുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കല്യാണി തുറന്നു പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി ഒരു ഞെട്ടലുണ്ടായി. എന്താ ഈ പറയുന്നത്, ഇപ്പൊ ഇത്രമാത്രം വേദനകളൊക്കെ സഹിച്ചാണ് ഈ പെൺകുട്ടി, എന്നിട്ടാണ് താൻ ഇത്രയും കാലം ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിച്ചിരുന്നേ, തന്നെ വഞ്ചിച്ചവളാണ്, വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നേ. പക്ഷെ ഇവൾ ഇത്രയ്ക്ക് നല്ലവളായിരുന്നു കരുതിയിരുന്നില്ല. അങ്ങനെ കല്യാണി ആ സത്യങ്ങളൊക്കെ ശരണ്യ പറഞ്ഞറിയുവാണ്. പിന്നീട് ശരണ്യ പറയുന്നുണ്ട് വിക്രത്തെക്കുറിച്ചൊക്കെ, അവൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ അവര് വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ ശരണ്യ പറയാണ്. എല്ലാവരുടെയും പുറത്തെ വിചാരം അവർ സുഖമായിട്ട് ജീവിക്കുന്നുള്ള, ഒരിക്കലും അല്ല കല്യാണി. അവരെ ഞാൻ എന്റെ വീട്ടിലിട്ട് ഞാൻ പഞ്ഞിക്കിട്ടോണ്ടിരിക്കും, അറിയാവോ. അവനും അവന്റെ മുത്തശ്ശി, അവന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാൾ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, അവരെ ഒരു പാഠം പഠിപ്പിച്ചോണ്ടിരിക്കുക ഞാൻ. അങ്ങനെ പെട്ടെന്നൊന്നും അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞ് കല്യാണി ചില ശരണ്യയുടെ പ്ലാൻ എന്താന്ന് ചോദിക്കണം. ശരണ്യ പറയാം, എന്റെ പ്ലാനൊക്കെ ഇനി നടത്താൻ പോകുന്നുള്ളൂ, ഞാൻ ശരിക്കും ഇനി ആരാന്ന് വിക്രമിനെ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ കല്യാണിക്ക് മനസ്സിലായി ശരണ്യ നല്ലവളാണ്, തന്നെ രക്ഷിക്കുവാണ് ശരണ്യ ചെയ്തതെന്നൊക്കെ. അപ്പൊ ശരണ്യയുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ സങ്കടത്തോടു കൂടിയാണ് കല്യാണി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം കല്യാണ മുഖം കണ്ടപ്പോൾ തന്നെ ചന്ദ്രസേനൻ, എന്തു പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കല്യാണി പോയി, ഒന്നുമില്ല അച്ഛാ, അല്ല എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ കല്യാണം, ഞാൻ എന്നാ ശരണ്യനെ കണ്ടെന്ന് പറയാണ്. ശരണ്യ ആര്? വിക്രത്തിന്റെ ഭാര്യ. ഓ, അവളെ കണ്ടോ, അവൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാണ്.
അവൾ അവളുടെ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി വെച്ചാ. ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാള് പല ദുഷ്ടകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും അയാളെ സഹായിക്കുകയോ ചെയ്തിട്ടുള്ള. പക്ഷെ ഇപ്പൊ എനിക്ക് അയാൾ വെറുപ്പാന്ന് പറയാം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ, എന്താ കാര്യം എന്താന്ന് പറയാണ്. ഇതിനു മുമ്പൊക്കെ അയാൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തെങ്കിലും അയാളെ കുറിച്ച് ഒരു ചീത്ത വർത്താനം നീ പറഞ്ഞിട്ടില്ലല്ലോ. നീ അയാളെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ, പണം കൊണ്ടും എല്ലാം കൊണ്ടും. പിന്നെ നീ എന്താ നിന്റെ അച്ഛനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുവാണ്. പിന്നീട് കല്യാണി ശരണ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് നമുക്കറിയത്തില്ല, കാരണം ഇത് പ്രമോ വിശേഷം ഉൾപ്പെടുത്തി പറയുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വിശേഷം വരുന്നുള്ളൂ. അപ്പൊ ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ അതിനകത്ത് ശരണ്യ ഫുൾ കഥ പറയുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 ദിവസം ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അവര്. പിന്നീടായിരിക്കും അവരുടെ കഥകളൊക്കെ വെളിവാക്കാൻ പോകുന്നത്. എന്തായാലും ശരണ്യയുടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതൊന്നുമല്ല. കാരണം ശരണ്യ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ, അതാണ് ശരണ്യ കല്യാണി പറയുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ അനുഭവിച്ചതിന് 100 ഇരട്ടി വേദനയാണ് ഈ പെൺകുട്ടി സഹിച്ചത്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ എല്ലാവരോടും പെരുമാറുന്നതെന്നൊക്കെ ആ കഥകളൊക്കെ ചന്ദ്രസേനോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനും വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശരണ്യ നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന രംഗം കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണം, വളരെ പരുഷമായിട്ട് ശരണ്യയോട് പെരുമാറുന്നേ. അങ്ങനെ പെരുമാറി കഴിയുമ്പോഴത്തേനും ശരണ്യക്ക് ദേഷ്യം വന്നു. ശരണ്യ എന്ത് ചെയ്യണം, അവനെ അടിക്കാൻ കൈ ഓങ്ങും. ആ കയ്യെ കയറി അവനും കൂടെ പിടിക്കുവാണ്. പിന്നെ ശരണ്യക്ക് മേല് കീഴ് നോക്കാനായിരുന്നു. അവൾ വിക്രത്തിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുവാണ്. എന്നിട്ട് അവനെ ആട്ടിപ്പായിക്കുവാണ് വീട്ടിൽ നിന്ന്. മേലാൽ ഈ വീട്ടിൽ കണ്ടുപോയേക്കല് ഇറങ്ങിക്കോണം. മുത്തശ്ശിയും നിന്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടനുണ്ടല്ലോ അയാളെയും കൂട്ടിക്കൊണ്ട് ഇറക്കണം. ഒരു നിമിഷം പോലെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോയേക്കെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുവാണ്. എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പെരുവഴിയിലായേക്കുവാണ് വിക്രത്തും പ്രകാശിനും മുത്തശ്ശിയൊക്കെ. അതിന്റെ വിശേഷം കൂടെ നമ്മൾ കാണാൻ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നലെ പ്രൊമോ വിശേഷം ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പ്രൊമോ വിശേഷം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.